ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിംഗുകണ്ടത്ത് പുലർച്ചെയോടെയാണ് ആക്രമണമുണ്ടായത്. കൂനമാക്കാൽ മനോജിന്റെ വീട് ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചു. ആളപായമില്ല. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കാട്ടാനാക്രമണം. വടശ്ശേരിക്കര ബൗണ്ടറി ചെമ്പരത്തിമൂട് സ്വദേശി മജീഷിന് പരിക്ക്. കാട്ടാനയെ തുരത്താൻ നാട്ടുകാർ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം. പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആൾക്കൂട്ടത്തിലേക്ക് കാട്ടാന ഓടിയെത്തുകയായിരുന്നു. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രിന്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ ഷഹാനത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഇയാളുടെ അമ്മയുൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. സംഭവത്തിൽ പങ്കുണ്ടോ എന്നറിയാനാണ് പോലീസ് കുട്ടിയുടെ അമ്മയുൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇഡി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും തനിക്ക് ഉടനടി ജാമ്യം നൽകണമെന്നുമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ ആവശ്യം. അറസ്റ്റും റിമാൻഡ് ഉത്തരവും നിയമവിരുദ്ധമാണെന്നും കസ്റ്റഡിയിൽ നിന്ന് ഉടൻ മോചിപ്പിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്നും കെജ്രിവാൾ. മദ്യനയ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ ഡൽഹി നിയമസഭയിൽ ഇന്ന് പ്രത്യേക സമ്മേളനം ചേരും. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകും. മന്ത്രി സൌരഭ് ഭരദ്വാജ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി ഇന്ന് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായേക്കും. ബിജെപി ഫയൽ ചെയ്ത മാനനഷ്ട കേസിലാണ് രാഹുൽ ഹാജരാവുക. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാത്യു കുഴൽനാടൻ എംഎൽഎ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ കേസ് പരിഗണിച്ച കോടതി വിജിലൻസിനോട് അന്വേഷണ പുരോഗതി അറിയിക്കാൻ ഉത്തരവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കെ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിർണായകമാകും. മുഖ്യമന്ത്രി നയിക്കുന്ന പൌരത്വ ഭേദഗതിക്കെതിരായ റാലി ഇന്ന് കൊല്ലം ജില്ലയിൽ. സംസ്ഥാനത്ത് 5 ജില്ലകളിലായി നിശ്ചയിച്ച റാലിയിൽ അവസാനത്തെ പരിപാടിയാണ് ഇന്ന് കൊല്ലത്ത്. തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ മുറിയിൽ യുവ ഡോക്ടർ മരിച്ച നിലയിൽ. മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറായ അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചെന്നാണ് നിഗമനം. വെളനാട് സ്വദേശിയാണ്. പാലക്കാട് കുമരനല്ലൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. കപ്പൂർ കൊള്ളന്നൂർ സ്വദേശിയുടേതാണ് വാഹനം. സംയോജിതമായ ഇടപെടലിലൂടെ നാട്ടുകാർ തീയണച്ചു. 5 ദിവസം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ മാർച്ച് 30 വരെയുള്ള മഴ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ സാധ്യത. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്ന് വിരമിക്കും. ലോകായുക്തയായി 5 വർഷം കാലാവധി പൂർത്തിയാക്കിയാണ് വിരമിക്കുന്നത്. ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ബഹുമാനാർത്ഥം ഒരു ഫുൾ കോർട്ട് റഫറൻസ് ഇന്ന് ഉച്ചയ്ക്ക് 12:15 ലോകായുക്ത കോടതി ഹാളിൽ നടക്കും. 1 ദശാബ്ദത്തിനു ശേഷം എറണാകുളത്ത് നടക്കുന്ന ചലച്ചിത്ര തൊഴിലാളി സംഗമം ചരിത്ര സംഭവമാക്കാൻ മലയാള സിനിമയിലെ പ്രമുഖർ എറണാകുളത്തേക്ക് എത്തിത്തുടങ്ങി. എറണാകുളത്ത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 10-നാണ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം. സംഘടനയുടെ സ്വപ്ന പദ്ധതിയായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ ഉണ്ടാകും. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, MA അബ്ദുൾ ഹക്കീം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിദേശ മദ്യശേഖരവുമായി 2 പേരെ കട്ടപ്പന പോലീസ് പിടികൂടി. ഇടുക്കി ചെറുതോണിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന രാജേഷ്, ശരത് ലാൽ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 48 ലിറ്റർ വിദേശ മദ്യവും പോലീസ് കണ്ടെടുത്തു. പേരാമ്പ്ര വധക്കേസ് പ്രതി മുജീബ് റഹ്മാനെ തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കും. കൊയിലാണ്ടി സബ് ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ്. കേസിലെ സാക്ഷിക്ക് മുൻപിലാണ് മുജീബിന്റെ തിരിച്ചറിയൽ പരേഡ് ഉണ്ടാവുക. കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ഗൾഫിലേക്കുള്ള കപ്പൽ യാത്രയുടെ സാധ്യതകൾ പരിശോധിക്കും. ആദ്യഘട്ട ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. വിവിധ കപ്പൽ കമ്പനികളുമായുള്ള ചർച്ചയും ഇന്നുണ്ടാകും. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകരാനിടയാക്കിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന 22 ജീവനക്കാരും ഇന്ത്യക്കാരെന്ന് കപ്പൽ കമ്പനി. കപ്പൽ നിയന്ത്രണം വിട്ട ഉടൻ തന്നെ കപ്പലിൽ നിന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയത്
വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു. മുന്നറിയിപ്പിന് പിന്നാലെ പാലത്തിലേക്കുള്ള വാഹന ഗതാഗതവും നിയന്ത്രിക്കാനായി. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. ആദ്യ പകുതിയിൽ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി നൽകിയ മേധാവിത്വം ഇന്ത്യയ്ക്ക് നിലനിർത്താനായില്ല. 70 മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ഇന്ത്യ പിന്നീടുള്ള സമയങ്ങളിൽ 2 ഗോൾ വഴങ്ങി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 63 റൺസിന്റെ വിജയം. ശിവം ദുബായ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. നന്ദി ഭവ്യ. ഏതായാലും ന്യൂസ് 18 കേരളത്തിന്റെ സംഘം, ഞാനടക്കമുള്ള സംഘം ഇപ്പോഴുള്ളത് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലാണ്. പ്രത്യേകിച്ചും കണ്ണൂർ മണ്ഡലവും വടകര കണ്ണൂർ അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു അതിർത്തി പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് മട്ടന്നൂർ നഗരസഭ. നമുക്ക് ഇത് ബോർഡുകളിലൊക്കെ കാണാം. ഇത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. പഴശ്ശിരാജ മെമ്മോറിയൽ ബഡ് സ്കൂളാണ് തൊട്ടടുത്ത് കാണുന്നത്. ഈ പഴശ്ശി എന്ന മട്ടന്നൂരിലെ പഴശ്ശി എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മളിവിടെ ഉണ്ട്. ഇന്നലെ ഗോധയുടെ കണ്ണൂരിലെ ഷൂട്ടിംഗ് നമ്മളിവിടെ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വടകര കഴിഞ്ഞു. വടകര ഇന്ന് മുതൽ അത് ടെലികാസ്റ്റിംഗ് അതിന്റെ തുടങ്ങും. ഏതായാലും കണ്ണൂരിലും ഒപ്പം വടകരയിലും ഒക്കെ നടക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്. നമുക്കറിയാം, വളരെ ശക്തമായ മത്സരം നടക്കുന്ന 2 പ്രധാനപ്പെട്ട വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളാണ് കണ്ണൂരും ഒപ്പം ഈ വടകരയും എന്ന് പറയുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥി സാക്ഷാൽ കെ ശൈലജയാണ്. മുൻ ആരോഗ്യമന്ത്രിയാണ്. ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ യുവ കരുത്തൻ അവിടെ കെ ശൈലജയുമായി ഏറ്റുമുട്ടുന്നു. കണ്ണൂരിലാകട്ടെ കെ സുധാകരൻ KPCC അധ്യക്ഷൻ തന്നെ നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. EP ജയരാജൻ സുധാകരൻ നേരിടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മട്ടന്നൂർ ഈ പഴശ്ശിയെക്കുറിച്ച് അല്ല ഇവിടെ എത്തിയതിനെക്കുറിച്ച് എന്തിനാണ് ഞാൻ ഇതിലേക്ക് ഇത്ര വാചാലനായത് എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ സംശയമുണ്ടാകും. ഈ നേരെ കാണുന്ന വീട് ഇത് നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറിന്റെ വീടാണ്. ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ടീച്ചർ. ഞങ്ങൾ ശരിക്കും ടീച്ചറിനെ കാണാൻ വേണ്ടിയാണ് രാവിലെ ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രി വൈകിയായാലും ടീച്ചർ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഒരു നിർഭാഗ്യമെന്ന് പറയാം, ടീച്ചർ രാത്രി എത്തിയില്ല. കാരണം ഒരുപാട് രാത്രി വൈകി പ്രചരണ പരിപാടികൾ എന്നതുകൊണ്ട് തന്നെ ടീച്ചറിന് ഇങ്ങോട്ടേക്ക് എത്താനായില്ല എന്നുള്ളതാണ്. ടീച്ചർ പക്ഷേ വളരെ തിരക്കേറിയ പരിപാടികളാണ് ടീച്ചർ. നമുക്കറിയാം, ഈ വലിയ വിശാലമായൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഓരോ സ്ഥലങ്ങളിലും എത്തുക എന്നത് പ്രധാനമാണ്. ടീച്ചറിനും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് ടീച്ചറിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറാം. ടീച്ചറിന്റെ വീടിന് മുൻപിൽ പത്രം നമ്മൾ ടീച്ചറിന്റെ ഭർത്താവ് ഭാസ്കരൻ മാഷ്, അദ്ദേഹം മട്ടന്നൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. മാഷെ നമസ്കാരം. ഞങ്ങൾ ശരിക്കും ടീച്ചറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇരിക്കാം മാഷെ, ഇരിക്കാം. നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാം. ഇരുന്നാട്ടെ. രാവിലെ ഇത് ഒരു റുട്ടീനാണോ പത്രം വായന? രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ വായന നടക്കില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണി വരെ ഒരു ചെറിയ നടപ്പുണ്ട്. ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തുള്ളിലാണ് നടക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. അപ്പോൾ നടപ്പവിടെ നിന്നു. സാധാരണ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ തിരുവനന്തപുരത്താണ് മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സമയത്തൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെ? തിരുവനന്തപുരത്ത് പിന്നെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുന്നു. അവിടെ ചിലപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച തോറും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ തിരുവനന്തപുരത്തായിരിക്കും. അല്ലാത്ത സമയത്ത് ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ ഒരു 7:30-8 മണി തൊട്ട് ആളുകളിലേക്ക് വരാൻ തുടങ്ങും. MLA എന്നുള്ള നിലക്ക് നിവേദനങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളുമായിട്ട് വരും. അവരൊക്കെ വിട്ട് മിക്കവാറും ഒരു 9-9:30 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഒരു സാധാരണ നിലയിലുള്ള ശൈലജയുടെ ഒരു രീതി. അതിനിപ്പം ആകെ തന്നെ സ്ഥാനാർത്ഥി ആയതോടുകൂടി മാറ്റം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശൈലജ പ്രതിനിധീകരിക്കുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലം ഉള്ള മണ്ഡലമല്ല, കണ്ണൂർ മണ്ഡലമല്ല, മറ്റൊരു മണ്ഡലമാണ് പാർലമെൻറ്റ് മണ്ഡലം വടകര. അപ്പോൾ വടകരയിലേക്ക് ഇവിടെ നിന്ന് നിത്യം പോയി വരിക എന്ന് പറയുന്നത്
എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വലിയ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലക്ക് വലിയ മണ്ഡലമാണ്. ഇവിടെ നിന്ന് കൂത്തുപറമ്പ് പിന്നെ അസംബ്ലി മണ്ഡലം, അതിൻ്റെ അതിർത്തി ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഇവിടെ നിർമ്മലഗിരി കോളേജുണ്ട്, അവിടെ തൊട്ട് അങ്ങ് കൊയിലാണ്ടി വരെ നിൽക്കുന്ന 7 മണ്ഡലങ്ങൾ ചേർന്നിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള, എല്ലാ മണ്ഡലങ്ങളിലും മിക്കവാറും 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അത് വടകരക്കും ബാധകം തന്നെ. പക്ഷെ അപ്പോൾ ഇതിന് വിശാലമായ കുറച്ചൊരു വിസ്തൃതിയുള്ളൊരു മണ്ഡലമാണല്ലോ വടകര. വലിയ വിസ്തൃതിയുള്ള മണ്ഡലമാണ്. അങ്ങ് പിന്നെ അത് അപ്പുറത്തേക്ക് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലമായതല്ലോ. എന്താ പറയാ, കടലോരം തൊട്ട് മലയോരം വരെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ആളുകളെയൊക്കെ കാണുക എന്ന് പറയുന്നത് അങ്ങേറ്റം പിന്നെ വലിയ ഒരു റിസ്ക്കാണ്. പ്രത്യേകിച്ച് പക്ഷേ ശൈലജ അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അവളുടെ ഒരു നില വെച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മന്ത്രിയായിരുന്നപ്പോഴും ടീച്ചർ മന്ത്രിയായിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരുന്നല്ലോ മന്ത്രി. അന്നും ഒരുപാട് അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരാളാണ്. അതെ, ശൈലജ പറയുന്നത് ഏത് സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്ത് നമ്മളൊരിടം കണ്ടെത്തുകയും എന്നിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തന മണ്ഡലം വിപുലീകരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ജനങ്ങൾക്കാകാവുന്ന രീതിയിൽ സഹായങ്ങളും സേവനങ്ങളും അതുപോലെ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അതിൽ താൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ശൈലജയുടെ ഒരു രീതി. അവളത് പലപ്പോഴും പറയുന്നത് എന്നോടും പറയാറുണ്ട്. അങ്ങനെയാണ്. അല്ല, അത് തന്നെ, അതിൽ പ്രശ്നമില്ല. വടകര മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അവിടെ നല്ല തോതിലുള്ള ഒരു മുന്നേറ്റം ശൈലജയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ പോയിരുന്നു മാഷ്? ഇല്ല, ഒരു തവണ എങ്ങാനൊന്ന് ഒരു വ്യക്തിപരമായ ഒരു കാര്യം സംസാരിച്ച് വേഗം തന്നെ ഇങ്ങോട്ട് പോരേണ്ടത് വന്നതുകൊണ്ട് പോയി എന്നല്ലാതെ അവിടെ പാർട്ടിക്കാരോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടല്ലേ? പാർട്ടിക്കാരോടൊക്കെ ആയിട്ട് നിരന്തരം ബന്ധമുണ്ട്. അവരൊക്കെ നമുക്കറിയാവുന്ന ആളുകൾ തന്നെ. അപ്പോൾ ഒന്നെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകതയില്ല. പ്രത്യേകിച്ച് ഞാനിവിടുത്തെ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മട്ടന്നൂർ പ്രദേശത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ എനിക്കിവിടെ തന്നെ എം.വി. ജയരാജൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് ചുമതലയുണ്ട്. അപ്പോൾ ആ ചുമതല നിർവഹിച്ചുകൊണ്ട് ഞാനും ഇവിടെ പ്രവർത്തിക്കുകയാണ്. എല്ലാ ദിവസവും കമ്മിറ്റികളും അതുപോലെ കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും അതുപോലെ മറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങളെ കാണുക എന്നുള്ള പ്രവർത്തനമൊക്കെ ഞാനിവിടെ നിർവഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വടകരയിൽ പോകാൻ സാധിക്കുന്നതിൽ അതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. ഇവിടെ ആരൊക്കെയാ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇവിടെ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അതിൽ പിന്നെ മൂത്തയാൾ അബുദാബിയിലാണ് ഉള്ളത്. അയാൾ പിന്നെ ഭാര്യയും അതുപോലെ ഒരു കുട്ടിയും അവരവിടെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായി അവരിവിടെ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഭാഗമായിട്ട് മിക്കവാറും ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ അവർ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ മകൻ ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ കുടുംബം, ഭാര്യ, ചിലപ്പോൾ നിങ്ങളറിയാമായിരിക്കും, ഞങ്ങളുടെ പാർട്ടി നേതാവായിട്ടുള്ള കാരായി രാജൻ്റെ മകളാണ് മേഘ. അവളവിടെ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ചെറിയൊരു ജോലി അവൾക്കുണ്ട്. അവൾ അവിടെ താമസിക്കുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. കുട്ടി അവളുടെ കൂടെയാണ്. ഒരു മാസം കൂടുമ്പോഴൊക്കെ അവൾ ഇവിടെ വരും. പിന്നെ അവൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ മക്കൾ 2 പേരും, ആൺമക്കൾ 2 പേരും ഇവിടെയുണ്ട്. ഒരാളുടെ കുടുംബവും ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഒരു സ്ത്രീയുടെ ഉണ്ട്. അപ്പോൾ അതാണ് വീട്ടിലെ കാര്യങ്ങൾ. ഈ രാവിലെ പത്രത്തിന്റെ കാര്യം പറഞ്ഞു, ദേശാഭിമാനി മാഷ് ഞാൻ വായിക്കുന്ന കണ്ടു. അപ്പം മാതൃഭൂമി ഉണ്ടല്ലേ? 2 പത്രമാണോ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് 2 പത്രം വായിക്കും. സ്ഥിരമായിട്ട് 2 പത്രം വായിക്കുമ്പോഴേക്ക് തന്നെ ഏതാണ്ടൊരു മണിക്കൂർ നേരം കഴിയും. വിശദമായി വായിക്കും. വായിക്കാന്ന് പറയുന്നത് മിക്കവാറും വായനയിൽ കേന്ദ്രീകരിക്കുന്നത് മുഖപ്രസംഗവും അതുമായി ബന്ധപ്പെട്ട പേജുകളും അവിടുത്തെ ലേഖനങ്ങളൊക്കെയാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നമ്മൾ ഓരോ പ്രദേശത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്
പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശാഭിമാനി പത്രത്തിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം വായിക്കാതിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഏതാണ്ട് തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുപോലെയാണ്. നമ്മൾ പിന്നെ തീവണ്ടിയുടെ വഴിക്ക് പോകും, നമ്മൾ അവിടെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പത്രമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചാനലുകൾ ഉണ്ടായെങ്കിൽ പോലും ചാനലുകൾ കാണാറുണ്ടോ? കാണും, വല്ലപ്പോഴൊക്കെ അത് കാണും. നിങ്ങളുടെ ചർച്ചകളൊക്കെ കേൾക്കും. പക്ഷേ ചർച്ചകളൊക്കെ കേൾക്കും, എന്നാലും പത്രം തന്നെയാണ്. അതിനെന്തൊക്കെ ഈ ആധുനിക വിവര സാങ്കേതിക വിദ്യയും നമ്മുടെ നവമാധ്യമ മേഖലയൊക്കെ ഏറ്റവും വലിയ തോതിൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പത്രം തന്നെയാണ്. അതിൻ്റെതായ പ്രത്യേകത ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റ് മേഖലകളിലേക്ക് ഇപ്പോഴും മറ്റു വാർത്താവിനിമയ മേഖലകളിലേക്ക് നമുക്ക് ഇപ്പോഴും പോകാൻ സാധിക്കൂ. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒരുപാട് വിശേഷങ്ങൾ ഇനി അറിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏതാണ്ട് ഈ നിങ്ങളുടെ ഈ കാര്യത്തെപ്പറ്റി നമ്മളെ അല്ല, നിങ്ങൾ ശൈലജയെ കാണാനാ വന്നത്. ശൈലജയെ കാണാൻ വന്നിട്ട് നമുക്ക് ശൈലജ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ മാഷായിക്കോട്ടെ നിങ്ങൾ പറയാം. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം എന്താണെന്നറിയാം. ഇന്ത്യയിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇന്ത്യയിലൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ ചന്ദ്രമേനോന്റെ ഇന്ത്യയിലേക്ക് ഒരു രംഗമുണ്ട്. ഇന്ദുലേഖ കിട്ടുന്നില്ല. പിന്നെ ഇന്ദുലേഖയുടെ വൃഷണി ആയിക്കോട്ടെ, ദാസി ആയിക്കോട്ടെ എന്ന ഒരു എന്നാലും അതിനകത്ത് സ്വീകരിക്കുന്നില്ല. ഏതാണ്ട് അതുപോലെയാ നിങ്ങള്. അല്ല, മാഷ് എന്ന് പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു. മാഷിനോട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് എന്റെ ഇളയ മകന്റെ പരിപാടിയാ. അവൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കും. അപ്പൊ അങ്ങനെയാണ് പാർട്ടിയുടെ കൊടി. ഇത് ഇപ്പം കഴിഞ്ഞ ദിവസം 19-ാം തീയതി മാർച്ച് 19-ന് EMS ദിനം, അതുപോലെ 22-ന് AKG ദിനം. അപ്പോൾ അതിന്റെ ഭാഗമായി വീട്ടിൽ ഉയർത്തിയിട്ടുള്ള സ്ഥിരമായി ഈ ഇതുപോലുള്ള രക്തസാക്ഷി ദിനങ്ങൾ, ചരമദിനങ്ങൾ നേതാക്കന്മാരുടെ ഞങ്ങളിവിടെ പതാക ഉയർത്തും. അങ്ങനെയാണ് ഒരു പാർട്ടി ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. മാഷ് മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നു അല്ലെ? സജീവമായി തന്നെ പാർട്ടിയിലുണ്ട്. ഇപ്പോഴും എന്തൊക്കെയാ ചുമതലകൾ? ഇപ്പം ഞാൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നൊക്കെ മാറിയതിന് ശേഷം കുറച്ചു കാലം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നോട് പാർട്ടി പറഞ്ഞു, ഇവിടെ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ബാങ്കുണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്ക്, കോളാരി സർവീസ് സഹകരണ ബാങ്ക്. നമ്മുടെ ഈ പരിസരത്തെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ നിക്ഷേപവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വായ്പയൊക്കെ കൊടുക്കുന്ന, അതോടൊപ്പം നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. എന്നോട് പാർട്ടി പറഞ്ഞു അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കണം. ഞാനിതെല്ലാം ഒരു എന്താ പറയുക, ഈ മുനിസിപ്പൽ ചെയർമാൻ്റെ സ്ഥാനത്ത് നിന്നതിന് ശേഷം അത്യാവശ്യം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തി പിന്നെ ഒരല്പം വായന, കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും. എത്ര വയസ്സായി മാഷിന്? എനിക്ക് 72ാമത്തെ വയസ്സായിപ്പോൾ. അപ്പോൾ അല്പം എഴുതുകയൊക്കെ ചെയ്യും. ചില പുസ്തകങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ വായന, എഴുത്ത് ഇതിലൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താ പറയുക, ഒരു ഗ്രീൻ സോൺ എന്ന് നമ്മൾ പറയില്ലേ, ഒരാശ്വാസകരമായിട്ടുള്ള അതിലോട്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഈ കോളാരി സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റായി പാർട്ടി ചുമതല ഏൽപ്പിച്ചത്. അവിടെ ലേശം നന്നായി കേന്ദ്രീകരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസമാവുന്ന അവസരത്തിൽ എല്ലാ നമ്മളെ സർവീസ് സഹകരണ വായ്പാ സഹകരണ സംഘങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ നമ്മൾ കുടിശ്ശിക പിരിച്ചെടുക്കുക എന്ന് പറയുന്ന മാർച്ച് മാസം 30, പ്രത്യേകിച്ച് ഒരു അല്പം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമായിപ്പോൾ വലിയ തോതിൽ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നമ്മുടെ നോട്ട് നിരോധനം ഏർപ്പെടുത്തുകയും അതുപോലെ GST സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ജനങ്ങളുടെ ജീവിതം അത്യധികം പ്രയാസത്തിലായിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോവിഡ് കൂടി അതിന്റെ മേലെ വലിയ ഒരു പ്രഹരം ഏൽപ്പിക്കുകയാണ്. ഇരട്ട പ്രഹരമാണ്
കോവിഡും അതിൻ്റെ അടച്ചുപൂട്ടലും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വന്നതോടുകൂടി നമ്മുടെ ഈ വായ്പ കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. സഹകരണ മേഖല മാത്രമല്ല, നമ്മുടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഈ ടീച്ചറും മാഷും അല്ലേ, എങ്ങനെയാ പാർട്ടി വഴി തന്നെ ആയിരുന്നോ കണ്ടുമുട്ടല്? അതെ 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 അതെ. ഞാൻ 1972 തൊട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്തുണ്ട്. 72 ആ കാലഘട്ടത്തിൽ തന്നെ ശൈലജനക്ക് അറിയാം. അവള് അവിടെ ഇരിട്ടി ഹൈസ്കൂൾ നാട്ടുകാരല്ല, ഇവിടുന്നൊരു 10-14 കിലോമീറ്റർ അകലെയാണല്ലോ ഇരിട്ടി. അപ്പോൾ അവിടെയാണ്, മാടത്തിൽ നിന്നാണ് അവളവിടെ ഇരിട്ടി ഹൈസ്കൂൾ പഠിക്കുന്നു. ഞാൻ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ പേര് KSF എന്ന, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന. SFI ആയില്ല. അപ്പോൾ ആ സമയത്തെല്ലാം അവിടെ പോകും. പിന്നെ 71 SFI ആയി. അപ്പോൾ ഇങ്ങനെ ഒരാളെല്ലാം അറിയാം. പിന്നെ ഞാനിവിടെ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അധ്യാപക പരിശീലനത്തിന് പോയി. ആ സമയത്ത് അവളവിടെ കോളേജിലുണ്ട്. അത് കഴിഞ്ഞ് വേഗം ഞാൻ മാഷായി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് വളരെയേറെ പിന്നീട് അങ്ങ് സജീവമാണ്. പിന്നീട് ഞാൻ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങളെ KSYF മാറി, അത് പിന്നെ DYFI ആയി. അപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ട് ശൈലജയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണ് ശൈലജയുള്ളത്. അപ്പോൾ ധാരാളം അവസരങ്ങളിൽ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും എല്ലാം. ആരാദ്യം തുറന്നു പറഞ്ഞത് എന്നില്ല, അതൊക്കെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ. അതിൽ ആരാദ്യം അതിനുശേഷം എന്നൊന്നും നമുക്ക് പറയാൻ അങ്ങനെയല്ല. അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. പിന്നെ വീട്ടുകാരോട് പറഞ്ഞ് അവർ അതിനാവശ്യമായിട്ടുള്ള ഔദ്യോഗിക നടപടികൾ അവർ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ 1981 ഇതാണ് മാസം, വിവാഹ വാർഷിക അല്ല അടുത്ത മാസമാണ്. എത്ര വർഷമായി? 1981 ഏപ്രിൽ 19 ഏപ്രിൽ 19 അടുത്ത 44 വർഷത്തോളം, അത്രയും വർഷങ്ങൾ. ഈ 44 വർഷവും തിരക്കേറിയ രാഷ്ട്രീയ ജീവിതമാണല്ലോ അല്ലേ? അവളിവിടെ വന്നു, ഞാൻ എൻ്റെ കൂടെ വന്നു. എൻ്റെ വീട് ഇതായിരുന്നില്ല, തൊട്ടപ്പുറത്ത് മറ്റൊരു ഞങ്ങളുടെ തറവാടായിരുന്നു. അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അതേ വർഷം തന്നെ 81 തന്നെ അവളവിടെ ശൂര ഹൈസ്കൂളിൽ അധ്യാപികയായി ചേർന്നു. സ്വകാര്യ സ്കൂളാണ്. അവിടെ ചേർന്ന് അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവളും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തുണ്ട്, ഞാനും ഉണ്ട്. അത് പിന്നെ അങ്ങനെ ശക്തിപ്പെട്ട് വന്ന് പിന്നീട് അവൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി. അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അങ്ങനെ പ്രക്ഷോഭ സമരങ്ങളിലും ഒക്കെ കാര്യമായി പങ്കെടുക്കുന്നു. അങ്ങനെയാണ് 96 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. MLA എന്നുള്ള നിലക്കുള്ള നല്ല പെർഫോമൻസാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് എല്ലാവരും ശൈലജയെപ്പറ്റി അന്നേ പറയുന്നുണ്ട്. ഒന്ന്, നന്നായി ഹൃദ്യമായ ഭാഷയിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നു. അത് നിയമസഭാ പ്രസംഗങ്ങളിലായാലും അതുപോലെ മറ്റ് പൊതുവേദികളിലുള്ള പ്രസംഗങ്ങളായാലും അല്ലെങ്കിൽ ആളുകളെയൊക്കെ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സ്ഥിതി അവൾക്കുള്ളത് കൊണ്ട് വലിയ സ്വീകാര്യത ഉണ്ടായി. അപ്പോൾ 96 കഴിഞ്ഞ് 2001 തെരഞ്ഞെടുപ്പിൽ പിന്നെ മത്സരിച്ചില്ല. 2006 അപ്പോഴത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് അവൾ സജീവമാവുകയാണ്. അപ്പം 2004 ഞങ്ങളുടെ തീരുമാനമെടുത്തു, ഇനി എന്താ വെച്ചാൽ സ്കൂള് ഇവള് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ടീച്ചർ എന്നുള്ളത്, അധ്യാപിക എന്നുള്ളത്. അവൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ഇംഗ്ലീഷുമാണ്, ഭാഷയാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു
രീതിയിൽ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങോട്ട് സജീവമായപ്പോൾ അത് പ്രൊഫഷനെ ബാധിക്കുന്നൊരു നില വന്നു. കുട്ടികൾക്കും ചില പ്രയാസങ്ങളും ചില ദിവസങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നുള്ള നില. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ. ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ സ്കൂള്. ഇവിടെ നിങ്ങൾ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാകും. ഒരു നല്ല നിലക്ക് പോകുന്ന ഒരു പക്ഷേ പ്രൈമറി സ്കൂളുകളുടെ രംഗത്ത് ഞാൻ അവിടുത്തെ അധ്യാപകനായി ചേർന്നതിന് ശേഷം ഈ അനാദായകരമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ആ അവസ്ഥയൊക്കെ മാറി ധാരാളം കുട്ടികൾ അതിപ്പോഴും ആ പാരമ്പര്യം. ഞാൻ 2008 റിട്ടയർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശൂര ഹൈസ്കൂളിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് എടുത്തു 2004. അപ്പോൾ പിന്നെ സജീവമായി രാഷ്ട്രീയത്തിലായി. 2006 വീണ്ടും പഴയ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് പോയി. അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡല വിഭജനം വന്നു. ആ സമയത്ത് എന്ത് വന്നെന്ന് പറഞ്ഞാൽ അന്ന് പഴയ പേരാവൂരല്ല പുതിയ പേരാവൂര മണ്ഡലം വന്നു. കുറെ കൂടി UDFന് ആഭിമുഖ്യമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മണ്ഡലത്തിലാണ് പിന്നെ ഇവളോട് മത്സരിക്കുന്നതിന് വേണ്ടി പറയുന്നത്. എങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയ ഒരു 2500 വോട്ടിന് പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീടാണ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് വീണ്ടും മത്സരിക്കുകയും അങ്ങനെ ആരോഗ്യമന്ത്രിയാവുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എങ്ങനെ വലിയ പെർഫോമൻസ് കോവിഡ് കാലത്തുള്ള ഒരുപാട് വലിയ പിന്നീട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊരു ശൈലജ മാത്രമല്ലല്ലോ. നമ്മുടെ പാർട്ടിയിൽ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നില്ലേ, അവർക്കൊക്കെ അവസരം ഉണ്ടാവണ്ടേ. ഇതിങ്ങനെ ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമാണോ? അതുകൊണ്ട് ആ തീരുമാനത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക അതിശയോക്തിയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ആ നിരക്കുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഓരോ അവസരമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അവസരങ്ങളൊക്കെ അങ്ങ് പിന്നെന്താ പറയാ അവസരം ഉപയോഗപ്പെടുത്താന്നുള്ളതാണല്ലേ. അതെ, അവസരങ്ങളൊക്കെ ഇനി എന്താ ഇപ്പം വരില്ല എന്നിപ്പോൾ ആര് പറഞ്ഞു? ഇതിപ്പം ഒരു മറ്റൊരു അവസരമാണ്. പാർലമെന്റിനകത്ത് ജയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യത വടകര മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ, എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഇതൊരു പുതിയ അവസരമാണ്. ഒരു പാർലമെന്റ് മെമ്പർ ആവുക, പാർലമെന്റിനകത്ത് പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, രാജ്യത്തെ നാനാതരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യക്കകത്ത് വലിയ തോതിലുള്ള ഒരു അതിസങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഘട്ടമാണ്. അവിടെ പാർലമെന്റിനകത്ത് കഴിവുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരേണ്ടതുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരാളായി ശൈലജയ്ക്ക് വരാൻ സാധിക്കുകയും ഇന്നത്തെ ഈ അതിസങ്കീർണമായിട്ടുള്ള എന്താ പറയുക ഒരുതരം വല്ലാത്തൊരു അവസ്ഥയിലേക്കാണല്ലോ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാട്ടെ, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കെജ്രിവാളിനെ ഡൽഹി നമ്മുടെ ആസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല ആ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മതിയായിട്ടുള്ള ഒരു തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണോ ED എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സമാന്തര സർക്കാരായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയല്ലേ. എന്നിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും പുതിയ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ കേൾക്കുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഭഗവത് സിംഗ് മാൻ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശിരസ് താഴ്ന്നു പോവുകയല്ലേ. അപ്പോൾ ജർമ്മനി, ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജർമ്മനി. അവർ ഈ നടപടിയെ പ്രതിഷേധിച്ചു. ഇന്നിപ്പോൾ ഞാൻ ആ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. അതിനകത്ത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്ക ഈ നടപടിയെ
വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിലെ ഇന്നത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ അങ്ങേയറ്റം വിമർശനാത്മകമാവുകയും നമ്മുടെ അന്തസ്സും മാന്യതയും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെയും താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷേ എല്ലാ വിഷയങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏതായാലും വലിയ നന്ദി മാഷേ. ഒരുപാട് സമയം ഞങ്ങൾക്ക് അതിന്റെ അരമണിക്കൂറോളം നമുക്കിപ്പം ചെലവഴിച്ചു. ഞങ്ങൾ അപ്രതീക്ഷിതമായാണ് മാഷിനെ കിട്ടിയത്, ഞങ്ങൾക്ക് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിലെന്തെന്ന് പറഞ്ഞാല് നിങ്ങൾ ശൈലജയെ കാണാൻ വേണ്ടി വന്നു, അവളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് അല്ല, അതൊരു ഒരു പാതിയാണല്ലോ. നമുക്ക് മാഷിനെ കാണുന്നതിൽ സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വലിയ നന്ദി ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന്. നമുക്കെന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വരാം. ഇടവേളയ്ക്ക് ശേഷം മണ്ഡലങ്ങളുടെ വിശകലനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ-പ്രസന്റഡ് സ്വർണ്ണാഭരണങ്ങൾ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഏതായാലും നമ്മൾ ഭാസ്കരൻ മാഷിന്റെ വിശേഷങ്ങൾ കേട്ടു. കെ ശൈലജയുടെ പ്രിയപ്പെട്ട ഭർത്താവ്. നമ്മൾ ആ വീട്ടിൽ തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ ഇനിയും പോകുന്നത് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിലേക്ക് ഒന്ന് പോകണം. MS അനീഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, നമ്മൾ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി വടകരയും കണ്ണൂരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മാഷിന്റെ ടീച്ചറിന്റെ ഹസ്ബൻഡ് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യം വലിയ വിജയപ്രതീക്ഷയാണ്. കാരണം ടീച്ചറിനെ പോലെ ഒരാളെ പ്ലേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി വിജയത്തിൽ കുറഞ്ഞൊന്നും CPM ലക്ഷ്യം വെക്കുന്നുമില്ല. പക്ഷെ മറുവശത്ത് നമുക്കറിയാം ഷാഫി പറമ്പിലിനെ പോലെ വലിയൊരു പോരാളി വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. ഷാഫിയും നല്ല ക്രൗഡ് പുള്ളറാണ്. വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ ക്യാപ്ചർ ചെയ്യാൻ എല്ലാ തരത്തിലുള്ള കഴിവുമുള്ള ഒരാളാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഷാഫിയും വലിയ തോതിൽ മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമ്മൾ വടകരയിലെ ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അനീഷ്? രഞ്ജിത്ത്, ഈ ചില സൂപ്പർ താര ചിത്രങ്ങളൊക്കെ ഇല്ലേ, 2020 പോലെ മലയാള സിനിമയിൽ ഇറങ്ങിയ ചിത്രങ്ങളുണ്ട്. അതിൽ ഒരാൾ മാസ് കാണിക്കുമ്പോൾ അടുത്തയാൾ അതിനേക്കാൾ വലിയ മാസ് കാണിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഈ ശൈലജ ടീച്ചർ സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി തുടങ്ങുന്നത് പോലെ തന്നെയാണ് വടകരയിൽ തുടങ്ങിയത്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു, പ്രവർത്തകർ സ്വീകരിക്കുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ പിന്നീട് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി മാറുകയും ഷാഫി പറമ്പിൽ എന്ന യുവരക്തം ഈ വടകരയിലേക്ക് പാലക്കാട്ട് നിന്നും വരികയും ചെയ്തു. ഈ ഷാഫി പറമ്പിലിൻ്റെ വരവ് തന്നെ അവിസ്മരണീയമായിരുന്നു. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഈ വടകര പട്ടണത്തിൽ തടിച്ചുകൂടുകയും മണിക്കൂറുകളോളം അവിടുത്തെ ഗതാഗതം പോലും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഇടത് ക്യാമ്പ് ഒന്ന് അമ്പരന്നു സത്യം പറഞ്ഞാൽ. കാരണം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു സ്വീകരണം ഷാഫിക്ക് ലഭിക്കുന്നു. ഷാഫി പോകുന്ന ഇടങ്ങളിലും വലിയൊരു ആൾക്കൂട്ടം വരുന്നു. അതുവരെ ഈ LDF സ്ഥാനാർത്ഥി നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് തേടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ആണെങ്കിൽ ഈ ശൈലജ ടീച്ചറുടെ ഗിയറും അല്പം മാറ്റി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ ഒരു മണ്ഡലത്തിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചുള്ള ഒരു പ്രചരണ രീതി തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ശൈലജ ടീച്ചറിൻ്റെ വീട്ടിലാണെങ്കിലും അവർക്ക് എത്താൻ കഴിയാതെ വന്നത് പോലും ഇന്നലെ നാദാപുരത്ത് വലിയ നൈറ്റ് മാർച്ചായിരുന്നു. ഏതാണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പടുകൂറ്റൻ റാലിയായിരുന്നു നടന്നത്. സ്ത്രീകളും കുട്ടികളും വയോധികരായ ആളുകളും ഒക്കെ അതിൽ പങ്കെടുത്തു. DJ ലൈറ്റുകളും മറ്റ് ഈ പുതുതലമുറയെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ പ്രചരണോപാധികളും ഇന്നലെ നാദാപുരത്തുണ്ടായിരുന്നു. നാദാപുരത്തെ ആ മാർച്ച്, നൈറ്റ് മാർച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏറെ സമയമായി പന്തമൊക്കെ കൊളുത്തി കേന്ദ്രവിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിയാണ് ഈ ആളുകൾ പങ്കെടുക്കുന്നത്. അതായത് രണ്ടുപേരും തമ്മിൽ കട്ടയ്ക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ച. കാരണം ഷാഫി ആദ്യത്തെ പ്രചാരണത്തിന് 2000 പേര് ഇറക്കിയാൽ ശൈലജ ടീച്ചർ 4000 പേരെ ഇറക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ശൈലജ ടീച്ചർ 4000 പേരെ ഇറക്കിയാൽ ഷാഫി മറുവശത്ത് 6000 പേരെ ഇറക്കുന്ന രീതിയിലേക്ക്. എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ഈ കൊയിലാണ്ടിയിലായാലും നാദാപുരത്തായാലും കൂത്തുപറമ്പിലായാലും ഒക്കെ ഈ നൈറ്റ് മാർച്ചുകൾ ഈ കേന്ദ്ര വിരുദ്ധ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും പൗരത്വ നിയമത്തിനെതിരായുള്ള പ്രതിഷേധമാണ് ഈ ഇടത് പ്രചാരണത്തിൻ്റെ തുറുപ്പ് ചീട്ടായി മാറിയിരിക്കുന്നത്. കോഴിക്കോട്ടും ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുള്ള റാലി സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് കാസർഗോഡ് സംഘടിപ്പിച്ചു, മലപ്പുറം സംഘടിപ്പിച്ചു.
പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ കൊല്ലത്ത് ഈ കേന്ദ്രത്തിനെതിരായ ഈ പൗരത്വ നിയമത്തിനെതിരായ ആ റാലി ഇന്ന് സമാപിക്കാൻ പോകുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു പ്രധാന തുറുപ്പ് ചീട്ടായി ഈ പൗരത്വ നിയമം LDF മാറ്റുന്നു അല്ലെങ്കിൽ CPM മാറ്റുന്നു എന്നതാണ് മലബാറിലെ ചിത്രം. കാരണം മലബാറിലാണ് ഏറ്റവും അധികം ഇത്തരം റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രചാരണ രംഗത്തും പ്രധാനമായും ഊന്നിക്കാണിക്കുന്നത് ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് രണ്ടുപേർ തമ്മിലുള്ള വലിയ വാശിയേറിയ മറ്റു വിഷയങ്ങളും സ്വാഭാവികമായും പ്രചാരണമുണ്ടല്ലോ. മുരളീധരൻ മാറി ഷാഫി വരുന്നൊരു പശ്ചാത്തലമുണ്ട്. മറ്റ് നിരവധി വിഷയങ്ങൾ കടന്നു പോകുന്നുണ്ട്. അനീഷ്, ഈ പൗരത്വ വിഷയമല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ മുന്നണികൾ ശ്രദ്ധയൂന്നുന്നത്, പ്രചരണ രംഗത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന രീതിയിലാണ് വടകരയിലെ പോരാട്ടത്തിനെ കാണുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കേരളമാകെ ഒരു തരംഗമുണ്ടായി. അതിൻ്റെ ഭാഗമായി വടകരയും നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ കാലം മാറിയിരിക്കുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസിനായ ഒരു ഭരണ മുന്നണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഒരു സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം തന്നെ നിർണായകമായ പങ്ക് ഇത്തവണ കേരളത്തിൽ നിന്നും CPM-നും ഉണ്ട് എന്ന് തന്നെയാണ് അവർ വോട്ടർമാരോട് പറയുന്നത്. അതുകൊണ്ട് അതാണ് അവരുടെ പ്രചാരണത്തിൻ്റെ പ്രധാന ആണിക്കല്ല്. പക്ഷേ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ അവർ എപ്പോഴും ഉപയോഗിക്കുന്നതിൽ ആദ്യ വിഷയമായി നിൽക്കുന്നത് TP ചന്ദ്രശേഖരൻ്റെ വധം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഈ TP വധത്തിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നും കരകയറാൻ ഇപ്പോഴും CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. KK രമ MLA ആവുന്നു, മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ തുടർച്ചയായിട്ട് ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ K മുരളീധരൻ വീണ്ടും മണ്ഡലത്തിൽ ആധിപത്യം കാണിക്കുന്നു, അതും വമ്പം ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് TP വധമാണ് ഏറ്റവും പ്രധാന പ്രചരണായുധമായി ഇപ്പോഴും വടകരയിൽ UDF ക്യാമ്പ് ഉപയോഗിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, പ്രത്യേകിച്ചും ഈ പെൻഷൻ ലഭിക്കാതെ പോയ വിഷയങ്ങൾ, ഒപ്പം ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ചെന്നാൽ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളിൽ ചെന്നാൽ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യം, ഈ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിൻ്റെ മരണം, കാരണം ഇത്തരം മരണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഈ TP ചന്ദ്രശേഖരൻ വധം മാത്രമല്ല, ഈ എതിരാളികളെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ എതിരാളിക്ക് മേൽ കായികമായി ആധിപത്യം ഉറപ്പിക്കാനുള്ള CPM ശ്രമം ഇപ്പോഴും തുടരുന്നു എന്ന ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഒരുപോലെ തുറന്നു കാട്ടി വോട്ട് പിടിക്കാൻ തങ്ങൾ പോകുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം നിർണായകമായൊരു പങ്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് കേന്ദ്രത്തിൽ വഹിക്കാനുണ്ട്. പ്രാദേശിക കക്ഷികളുമായി ചേർത്ത് സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അത്തരം ശ്രമങ്ങൾക്ക് കരുത്ത് നൽകേണ്ടത് വടകരയിലെ വോട്ടർമാരുടെ കൂടി ആവശ്യമാണ് എന്ന് അവർ പറയുന്നു. ഒപ്പം ഈ പാലക്കാടിൻ്റെ ഹൃദയം കവർന്നാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പാലക്കാട് നിന്നും മത്സരത്തിനായി പുറപ്പെടുമ്പോൾ ഈ വിങ്ങി പൊട്ടി കരയുന്ന പ്രവർത്തകരെയും നാട്ടുകാരെയും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ തങ്ങളുടെ ജനപ്രതിനിധിയാക്കിയാൽ അതേ തരത്തിലുള്ള സ്നേഹം വടകരക്കാർക്കും നൽകും. വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പുതുതലമുറയുടെ ഒരു പ്രതീകം കൂടിയായ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് വടകര. ഖൈല ടീച്ചറും ഒപ്പം ഷാഫിയും തമ്മിലുള്ള വലിയ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. മറുവശത്ത് കണ്ണൂർ മണ്ഡലവും ഈ തെക്കൻ കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന, വടക്കൻ കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കെ സുധാകരനെ നേരിടുന്നത് സാക്ഷാൽ EP ജയരാജനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സുധാകരനെതിരെ ജയരാജന്മാരും സുധാകരനുമായുള്ള നമുക്കറിയാം രാഷ്ട്രീയമായ വൈര്യം അറിയാം. സുധാകരനെതിരെ ആദ്യമായി ഒരു ജയരാജൻ മത്സരിക്കുന്നു എന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ EP ജയരാജൻ രാവിലെ നമ്മളോട് അല്പസമയം ചിലവഴിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. നമുക്കതിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം സുധാകരൻ്റെ എം വി ജയരാജൻ അതിനുശേഷം നമുക്ക് സുധാകരൻ്റെ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകണം. സുധാകരനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എം വി ജയരാജൻ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്, MP-യുടെ അസാന്നിധ്യവുമായി ബന്ധപ്പെട്ടാണ്, പാർലമെന്റിലെ അടക്കം പണം ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹം വിമർശനാത്മകമായി തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. എം വി ജയരാജൻ്റെ വാക്കുകളിലേക്ക്. വലിയൊരു കളത്തിലാണല്ലോ, വലിയൊരു പോരാട്ട സ്ഥലത്താണല്ലോ. എങ്ങനെയുണ്ട് പൊതുവെ ഇത്രയും ദിവസത്തെ ഒരു പ്രചാരണത്തിന്റെ നോക്കിയെടുക്കും? അല്ല, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്.
അതിൽ ജനങ്ങൾ പ്രധാനമായി രാഷ്ട്രീയ നയവും വികസനവുമാണ് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥിതിയാണ്. ഈ കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വികസനത്തിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്? അതിലൊന്ന് നമ്മുടെ മതനിരപേക്ഷ ഭരണഘടനയെ തകർക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മതനിരപേക്ഷത തകർക്കുന്ന, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന അവർക്കെതിരായി ഒന്നിക്കുക എന്നുള്ളതാണ്. കണ്ണൂരിലെ CPM-ഉം കെ സുധാകരനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വ്യക്തിപരമായ രീതിയിൽ കൂടി കേരളം ശ്രദ്ധിക്കുന്ന ഒരു ഫൈറ്റാണ്. അതിനെ അങ്ങനെ ഒരു പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷം ഒരിക്കലും കോൺഗ്രസ് ആയിട്ടോ BJP ആയിട്ടോ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ശണ്ട കൂടാറില്ല. അത് രാഷ്ട്രീയമാണ്, നയപരമാണ്, വികസനപരമാണ്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമല്ല വലതുപക്ഷത്തിൻ്റെ സമീപനം. നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നതാണ് വലതുപക്ഷ സമീപനം. അക്കാര്യത്തിൽ BJP-യും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇതിനെ ഞാൻ കാണുന്നില്ല. ഈ MP-യുടെ പ്രവർത്തനം അല്ലേ സ്വാഭാവികമായും അതാ കണ്ണൂരിന്റെ വികസനം, പ്രത്യേകിച്ച് ആദ്യം തന്നെ കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ സാധാരണ പൊതിഞ്ഞു പറയുന്ന ചില കാര്യങ്ങളിൽ നിലവിലുള്ള MP അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയില്ല എന്നതുകൂടി ഉണ്ടോ അതിൽ? അല്ല, സത്യമാണല്ലോ അത് ഞങ്ങളെല്ലാ ജനങ്ങളോട് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ 18 MP-മാർ ആടെ പോയി കളക്കാനാണോ എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്, ഞങ്ങളല്ല. അപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റസമ്മതം പോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വിലയിരുത്തപ്പെടുമെന്നുള്ളതാണല്ലേ? തീർച്ചയായും അത് വിലയിരുത്തപ്പെടുമെന്ന് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിലാണ്. അതാണ് MV ജയരാജന്റെ വാക്കുകൾ. അതാണ് നമ്മൾ കേട്ടത്. ഈ MP-യുടെ പ്രവർത്തനത്തെ, കണ്ണൂർ മണ്ഡലത്തിലെ MP-യുടെ പ്രവർത്തനത്തെ നിശിതമായി വിമർശിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഡിബേറ്റിലടക്കം, നമ്മുടെ ഗോധയിലടക്കം പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്, CPM നേതാവ് ചൂണ്ടിക്കാട്ടിയ, സുമേഷ് ചൂണ്ടിക്കാട്ടിയ പ്രധാന ഒരു വിഷയം MP-യുടെ അസാന്നിധ്യം, അല്ലെ MP-യുടെ പാർലമെന്റിലെ അസാന്നിധ്യം, ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പണം ചെലവഴിച്ചു എന്ന കാര്യത്തിലൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനെ സുധാകരൻ ക്യാമ്പ് നേരിടുന്നത് അവർ കൃത്യമായി തന്നെ അതിന്റെ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് സുധാകരൻ നമ്മളോട് ഇന്നലെ പറഞ്ഞത്, ഇന്ന് ഒരു നിങ്ങൾക്ക് കൃത്യമായി വിശകലനം ചെയ്യത്തക്ക വിധത്തിൽ അതിന്റെ കണക്കുകൾ പുറത്തുവിടും. ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അന്നേരം നിലയ്ക്കും. അത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം ഞാൻ MP ആയിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം എന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ KPCC-യുടെ അധ്യക്ഷനും സിറ്റിംഗ് MP-യും കെ സുധാകരനാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കേരളം ആകെ ഉറ്റുനോക്കുന്ന മത്സരത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ കെ സുധാകരനാണ്. എങ്ങനെയാണ് വീണ്ടും ഈ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മത്സരത്തെ, ഇതുവരെയുള്ള രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? മത്സരത്തെ പ്രത്യേകമായിട്ട് എന്തായിരിക്കുന്നത്, സാധാരണഗതിയിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്കതിനകത്ത് പുതുമയൊന്നുമില്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയൊന്നുമല്ല. എനിക്കിത് ഒരു ആകസ്മികമാണോ അല്ലെ പുതിയൊരു കഥയാണ് ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല, ആശങ്കയുമില്ല. എനിക്ക് ഒരു തരത്തിൽ എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. ഈ നാട്ടിലെ വോട്ടർമാരെ എനിക്കറിയാം. ഞാനുമായി നല്ല അഭേദ്യമായി ബന്ധമുള്ളവരാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർമാർ. ആ വോട്ടർമാരുടെ മനസ്സ് വായിക്കാനൊക്കെയുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് കേരളം മുഴുവൻ നടന്ന് എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ട KPCC അധ്യക്ഷനാണ് താങ്കൾ തന്നെ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വന്നത്. ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ല, അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. മത്സരിക്കുന്നില്ല, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പാർട്ടി അവസാന ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ താല്പര്യമല്ല, പാർട്ടി താല്പര്യമാണ്. പ്രധാനമായും സിറ്റിംഗ് MP എന്ന നിലയിൽ ഉന്നയിക്കുന്ന ആരോപണം താങ്കൾക്ക് പാർലമെന്റിൽ അറ്റൻഡൻസ് കുറവാണ്. MP ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.7 കോടിയോളം രൂപ ചെലവഴിക്കാനുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്റെ കയ്യിൽ എല്ലാ കണക്കും ഉണ്ട്. നാളെ ഞാൻ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരു കണക്ക് വെച്ചുകൊണ്ട് എല്ലാ പദ്ധതിയുടെയും ഒരു ആകത്തുക നാളെ പ്രസിദ്ധീകരിക്കുന്നു. നാളെ നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം കൊണ്ടുതരാം. എന്നിട്ട് നിങ്ങൾ വായിച്ചു, എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടെത്തിക്കൊള്ളൂ. രേഖ കൊടുക്കുകയാണ് ഞാൻ നാളെ. രേഖ, വർത്തമാനമല്ല, പ്രസംഗമല്ല, നാളെ രേഖ കൊടുക്കുകയാണ്. അതാണ് സുധാകരന്റെ വിശദീകരണം. അതാണ് കാരണം MV ജയരാജൻ
അത്തരത്തിലുള്ള വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു. CPM കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വടകരയിൽ നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിലും CPMന്റെ കൊലപാതകങ്ങൾ പരമാവധി ചർച്ചയാക്കാനുള്ള ശ്രമം നേരത്തെ പറഞ്ഞതുപോലെ UDF കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ബദലായി വികസനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം CPMലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ ഒരു വികസന സെമിനാർ കണ്ണൂർ മണ്ഡലത്തിൽ നടന്നു. അത് ഒരു ഏതാണ്ട് ഉച്ചവരെ നീണ്ടു നിന്നിരുന്ന ദീർഘമായ പ്രഭാഷണമൊക്കെയുള്ള ഒരു സെമിനാർ ആയിരുന്നു. ജോൺ ബ്രിട്ടാസ് MP ഒക്കെ പങ്കെടുത്തു. അതിൽ സജീവമായി തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, MV ജയരാജന്റേത് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ ഈ വികസനത്തെ നമുക്കറിയാം കേന്ദ്ര സർക്കാരും വികസനവുമായി ബന്ധപ്പെട്ടാണ് വോട്ട് പിടിക്കുന്നത്. BJP അടക്കം വികസനമാണ് മുന്നോട്ട് വെച്ച് വോട്ട് പിടിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. CPM മാത്രത്തിൽ ഒന്ന് കളം മാറ്റി ചവിട്ടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വികസനം തന്നെയാണ് ചർച്ചയാകുന്നത്. MP നടത്താത്ത വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ആളുകൾ തങ്ങളുടെ MP തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടത്തുമെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. MS അനീഷ് കുമാർ കൂടി എന്നോടൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, അതല്ലേ സാഹചര്യം? കാരണം ഈ ഒരുപാട് ആക്ഷേപങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച്, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു വെക്കാനുണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക്. മറിച്ച് അതിനെ നേരിടാനുള്ള പ്രധാനപ്പെട്ട ആയുധമായി സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂരിലെങ്കിലും ഈ പറഞ്ഞതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയല്ലേ CPM? തീർച്ചയായും കണ്ണൂരിലെ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത് അല്ലെങ്കിൽ K സുധാകരനെതിരായി ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഫണ്ട് വിനിയോഗം തന്നെയാണ്. കാരണം ഇനിയും പണം ചെലവഴിക്കാൻ കഴിയുന്നു MP ഫണ്ടിൽ നിന്ന് എന്നത് വലിയൊരു വിമർശനമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ വിനിയോഗത്തിലെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഭരണാനുമതി ലഭിച്ച ശേഷമുള്ള ബാക്കി തുക എന്നിങ്ങനെയൊക്കെയാണ് സാങ്കേതികമായ വിശദീകരണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നൽകുന്നത്. ഒപ്പം ഈ ഹാജർ നില, അതായത് 50% പോലും ഹാജരില്ലാത്ത ഒരാളാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അതായത് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് മറുവശത്ത്, അതായത് LDF ക്യാമ്പ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക്, നോമിനേഷൻ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ CPM ഏറ്റവും പ്രധാനമായി പറഞ്ഞ് മുന്നേറാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു MP പ്രാദേശികമായി നിർവഹിക്കേണ്ട രണ്ട് ചുമതലകൾ, ഒന്ന് നിയമനിർമ്മാണത്തിൽ ഫലപ്രദമായി ഇടപെടുക, പാർലമെന്ററി ചർച്ചകളിൽ ഇടപെടുക, പാർലമെന്റിലെ നിയമനിർമ്മാണത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങൾക്കെതിരായ പോരാട്ടം സഭയ്ക്കുള്ളിൽ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാന കടമയായി ഒരു പാർലമെന്റ് അംഗത്തിന്റെ വേണ്ടത്. രണ്ടാമത് വികസനം. ഈ ലഭിക്കുന്ന MP ഫണ്ട് ഫലപ്രദമായി നാട്ടിലെ ജനങ്ങളുടെ ഉപകാരപ്രദമായ ജീവിതം മാറ്റിമറിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഈ സ്ഥലത്തെ MP പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് CPM എല്ലാ ഇടങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് കൃത്യമായ മറുപടി K സുധാകരുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, താൻ വിശദമായി തന്നെ ഇത് പ്രസംഗമല്ല, ഒരു ബുക്കായി തന്നെ അടിച്ചിറക്കി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ പോകുന്നു, ജനങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി താൻ പോകുന്നു എന്നൊക്കെയാണ്. എന്തായാലും ഏറ്റവും പ്രധാന വിഷയമായി ഇതൊന്നുമല്ല, ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. സംസ്ഥാനം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത വിധമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലം, ഈ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേട് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു കാലം, അതും ഈ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ജനകീയ നയങ്ങൾ, പെട്രോൾ വില നിരന്തരം കൂടുന്നു, ഗ്യാസ് വില കൂടുന്നു, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറുന്ന ഇത്തരം 100 കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ മറുവശത്ത് സംസ്ഥാന സർക്കാർ വികസന പരിപാടികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോഴും ഇതിനുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നില്ല, അർഹമായ കേന്ദ്രവിഹിതം പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നിന്നുള്ള 19 MP-മാരും അർഹമായ കേരളത്തിനുള്ള വിഹിതം ലഭിക്കാൻ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന വാദമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മറുവശത്ത് ഈ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേട് കൊണ്ട് സർക്കാർ ജനജീവിതം കഷ്ടത്തിലാക്കുന്നു എന്ന് UDF പറയുന്നു. കോൺഗ്രസ് ഇതര അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ മറ്റിടങ്ങളിലുണ്ട്, കർണാടകത്തിലുണ്ട്, പഞ്ചാബിലുണ്ട്, മറ്റ് ഇടങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും കേരളത്തിൻ്റെ അത്ര രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് BJP ഇതര സംസ്ഥാന സർക്കാരുകളോട് ഒരേ നയമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും കേരളത്തിലെ അവസ്ഥ മോശമാകുന്നത് എന്തുകൊണ്ട്? അത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വിഷയ വൈവിധ്യങ്ങളുണ്ട്,
സംസ്ഥാനത്തിനെതിരായും കേന്ദ്രത്തിനെതിരായും അല്ലെങ്കിൽ ഈ UDF വന്നാൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാൻ LDFനും കഴിയുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് നീങ്ങുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിലെ പ്രധാന വിഷയം ഈ വികസനവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങൾ തന്നെയാണ്. നമുക്കറിയാം കുറച്ച് നാളുകളായി ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നിവ കണ്ണൂരിൽ നിന്നും ഒരു കുറച്ച് കാലത്തേക്കെങ്കിലുമായി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ജയരാജന്മാരെന്നുള്ള ഒരു ടാഗ് ലൈൻ ഒന്നും കാര്യമായി ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുവശത്ത് തൊട്ടടുത്തുള്ള വടകരയിലെ സജീവ ചർച്ചാ വിഷയം ഇപ്പോഴും TP തന്നെയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തീ പാറുന്ന പോരാട്ടമാണ് ഈ 2-3 മണ്ഡലങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം ഈ ഫീൽഡിലെത്തുമ്പോൾ അല്ലെങ്കിൽ വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ, നേതാക്കളെ നേരിട്ട് കാണുമ്പോൾ, സ്ഥാനാർത്ഥികളെ നേരിട്ട് കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. രഞ്ജിത്ത്, അതാണ് കൃത്യമായ വിശകലനമാണ് MS അനീഷ് കുമാർ നടത്തിയത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ. ഈ 2 മണ്ഡലങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. രാഷ്ട്രീയ സൂചനകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൃത്യമായ നിരീക്ഷണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം രണ്ടിടത്തും ഈ പ്രധാനപ്പെട്ട നേതാക്കളായതുകൊണ്ട് തന്നെ പ്രവർത്തകർ വീടാന്തരം കയറിയിറങ്ങി തങ്ങളുടെ നേതാവിനെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള വലിയ പ്രചരണത്തിലാണ്. കോൺഗ്രസിനായാലും കരുത്തുള്ള 2 മണ്ഡലങ്ങൾ തന്നെയാണ് വടകരയും കണ്ണൂരും എന്ന് പറയുന്നത്. സംഘടനാ സംവിധാനം വളരെ കൃത്യമായി കാര്യക്ഷമമായി അവർക്ക് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. സുധാകരനെ പോലൊരു KPCC അധ്യക്ഷന്റെ പരാജയം അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും അരയും തലയും മുറുക്കി പരമാവധി സംവിധാനങ്ങളോടുകൂടി തന്നെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ഈ 2 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം വടകരയിൽ നമുക്കറിയാം ഷാഫി എന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് മത്സരിക്കുന്നത്. ഇപ്പുറത്തെ KPCC അധ്യക്ഷനാണ്. സുധാകരനും വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. മറുവശത്താകട്ടെ ജയരാജനും ശൈലജ ടീച്ചറും പാർട്ടിക്കാർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട 2 പേർ. അങ്ങനെ ഈ 2 മണ്ഡലങ്ങളിലെയും വിശകലനം നടത്തി നമ്മൾ പോയാൽ പ്രവചനാതീതമായ സാഹചര്യങ്ങൾ ഈ മണ്ഡലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ 2 മണ്ഡലങ്ങളായി വടകരയും കണ്ണൂരും മാറുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കാനുള്ള സമയമായി. ഞാനും MS അനീഷ് കുമാറും നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. നമുക്കിനിയും ഈ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗോധയുടെ തൃശൂർ എപ്പിസോഡിന്റെ 2ാം ഭാഗം നമുക്ക് കാണാം. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്.